പക്ഷേ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ജയിക്കണം എന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. ഈ പ്രാവശ്യം സുധാകരനാണ് ജയിക്കാൻ സാധ്യത. ഇവിടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാലാണ് ഈ മണ്ഡലത്തിന് പ്രത്യേകിച്ച് ഗുണമുണ്ടാവുള്ളൂ. ജനങ്ങളെ അറിയുന്ന ജയരാട്ടൻ തന്നെ ജയിക്കണം, ജയിച്ചു വന്നാലേ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നു. അവിടെ പോയിട്ട് കളക്കാനാണോ എന്ന് അയാൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കാര്യമില്ല, അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകും. അല്ല, മത്സരിച്ച് പോയിട്ടുന്നൊരു മാറ്റം പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ജയിച്ച് മാറ്റം വരാൻ പ്രതീക്ഷിക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കണം. കാരണം കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് BJPയാണ്. അത് ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് മുതൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാലാണ് ഈ മണ്ഡലത്തിന് പ്രത്യേകിച്ച് ഗുണമുണ്ടാവുള്ളൂ. മോഡിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ BJPയുടെ ഒരു പ്രതിനിധിയായിട്ട് പാർലമെൻറ്റിൽ എത്തേണ്ടത് BJPയുടെ സ്ഥാനാർത്ഥി രഘുനാഥ് ആയിരിക്കണം. നാടിന് വികസന പ്രവർത്തനങ്ങൾ വരാൻ നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യം അതാണ്. ആ രീതി ചിന്തിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അത് BJPയുടെ വിജയത്തിലേക്ക് മാറും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാറ്റം ഇടതുപക്ഷത്തിലൂടെ വരുള്ളൂ, അല്ലാണ്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഇവിടെ ഒരു മാറ്റം വരണമെങ്കിൽ ജയരാജൻ ജയിക്കണം, അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അത് തന്നെയല്ല, ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യാൻ പ്രാപ്തരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റേതായൊരു നേതാവാണല്ലോ ജയരാജൻ. അപ്പോൾ ജയരാജൻ ജയിച്ചാലേ ഇവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിലവിൽ ഇവിടെ ജനങ്ങൾ ഏറ്റവും അധികം പ്രശ്നം നേരിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യമൃഗശല്യം തന്നെയാണ്. നമുക്കറിയാം, ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള സുധാകരൻ രാജ്യസഭയേതോ ലോക്സഭയേതോ എന്നറിയത്തില്ലാത്ത മാറിപ്പോയി കയറുന്ന ആളാണ് സുധാകരൻ. അയാൾ ഇവിടുന്ന് ജയിച്ചു പോയിട്ട് അവരൊന്നും ഈ വന്യമൃഗശല്യമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒരു കാര്യം പോലും സഭയിൽ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്തൊരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്ത് തന്നെ 50% ഹാജരേ ഉള്ളൂ. അങ്ങോട്ടേക്ക് അവിടെ പോയിട്ട് കളക്കാനാണോ എന്ന് അയാൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരാളെ അങ്ങോട്ടേക്ക് തിരഞ്ഞെടുത്ത് വിടുന്നതിൽ കാര്യമില്ലെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ ജനങ്ങളെ അറിയുന്ന ജയരാട്ടൻ തന്നെ ജയിക്കണം, ജയിച്ചു വന്നാലേ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നു. നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 26 കേരളം ബൂത്തിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. കേരളത്തിലും ഇന്ത്യയിലും മൊത്തം വളരെ ശ്രദ്ധേയമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ നിലപാട് ആ രീതിയിലാണ്. കൊട്ടിയൂരിൽ നിന്നും കേളകത്തിൽ നിന്നും 8 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിക്കുമ്പോഴുള്ള അടയ്ക്കാത്തോട് പ്രദേശം ഒരു കുടിയേറ്റ മേഖലയാണ്. കുടിയേറ്റ മേഖല എന്ന് പറയുമ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, അതുപോലെ തന്നെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം ഇവിടെ താമസിച്ചു പോരുന്നതാണ്. പക്ഷേ ഇവിടെ പ്രാഥമികമായിട്ടുള്ള ഒരു ജനങ്ങളുടെ ആവശ്യങ്ങൾ പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നത്തിലൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമോ അല്ലെങ്കിൽ രാത്രിയിൽ അസമയത്ത് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന, ചികിത്സ നേടാൻ പറ്റുന്ന സംവിധാനം ഈ അടയ്ക്കാത്തോട് പ്രദേശത്തിന് അന്യമാണ്. അവർ പെട്ടെന്ന് തന്നെ എത്തേണ്ടത് പേരാവൂരോ അല്ലെങ്കിൽ കണ്ണൂരോ അല്ലെങ്കിൽ അടുത്ത ജില്ലയായ വയനാട്, മാനന്തവാടി പ്രദേശത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണ്. നിലവിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഹരിക്കപ്പെടേണ്ടുന്നൊരു വിഷയം അടയ്ക്കാത്തോട് ഒരു ഗവൺമെൻറ് സംവിധാനത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഈ അടുത്ത നാളുകളിൽ നമ്മളുടെ ഈ ജനങ്ങളെല്ലാം ഭീതിയിലാഴ്ത്തിയിട്ടുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം. ആന ഈ പള്ളിയുടെ തൊട്ടടുത്ത് വരെ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുണ്ടായി. അതുപോലെ കാട്ടുപന്നിയും അതുപോലെ കടുവയും പുലിയും ഉൾപ്പെടുന്ന വലിയൊരു മൃഗങ്ങളുടെ ഭീഷണി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവരുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകാൻ കഴിയാത്ത പോലും ഒരവസ്ഥയെ നിലവിൽ വന്നിരുന്നു. അതുപോലെ ആരാധനാലയങ്ങളുടെ സംഗമ കേന്ദ്രമാണ് ഇവിടെ. ക്രൈസ്തവ, മുസ്ലിം, ഹൈന്ദവ സമുദായങ്ങൾ വളരെ ഭദ്രമായ ഐക്യത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നൊരു പ്രദേശമാണ്. ആരാധനാലയങ്ങളിൽ പോകാൻ പോലുമുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ അടയ്ക്കാത്തോട്, അതുപോലെ തന്നെ കേളകത്തിൽ നിന്നും അടയ്ക്കാത്തോടിലേക്കുള്ള ഗതാഗത സൗകര്യം എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റോഡ് തകർന്നു കിടക്കുകയാണ്. ഒരേ ഒരു റോഡാണുള്ളത്, ആ റോഡ് തകർന്നു കിടക്കുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അടുത്ത കാലത്ത് അല്പം ഇതിന് മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിരുന്നു. എന്നാലും കേളകത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന 2-3 കിലോമീറ്റർ ഇപ്പോഴും വളരെയേറെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. ഒരാശുപത്രിയിൽ എത്തുവാനോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുവാനോ കേളകത്തിലേക്ക് എത്തിച്ചേരുവാനോ കഴിയാത്തൊരവസ്ഥ.
മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ വാഹന സൗകര്യം തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് അവസാനമായി 9 മണിക്ക് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് 9:30 ഇവിടെ എത്തിക്കൊണ്ടിരുന്ന ലാസ്റ്റ് ഒരു സ്റ്റേറ്റ് ബസ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ് ബസ് പോലും നിർത്തിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പം വിദൂരദേശത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ കേരളത്തിറങ്ങി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുകയാണ്. ഈ മലയോര പ്രദേശത്തിന് ഒരുപക്ഷെ അതിൻ്റെ കളക്ഷൻ കുറവാണെന്ന ന്യായമാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അത് നിലനിർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് ഈ മലയോര പ്രദേശത്തിൻ്റെ ആവശ്യമാണ്. ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇവിടെ നിലവിലുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണുള്ളത്. ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്നു, ആര് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലും ഒരു MP എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ അടയ്ക്കാത്തോടിലെ ഒരു മലയോര പ്രദേശത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യം തീർച്ചയായിട്ടും കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന ഈ ഒരു ഫാസിസ്റ്റ് ഭീഷണിയിൽ നിന്നും ഒരു സമൂഹത്തെ, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുവാൻ വേണ്ടി ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു പൊതു താല്പര്യവും സംസ്കരണവും അതുപോലെ തന്നെ സുരക്ഷിതത്വവും കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം MP-യുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവായി വീക്ഷിക്കുന്ന ഒരു സമൂഹം എന്ന അടിസ്ഥാനത്തിൽ വ്യക്തമായ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട് ഇല്ല എന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരുപാട് അസൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ശരിയാവുന്ന ഒരു നോട്ടം, ഒരു സംരക്ഷണം ഇതുവരെയും ശരിയായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. വലിയ ആക്രമണം വന്നിട്ടുണ്ട്, ജനജീവിതം സംബന്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി തന്നെ. ഇനി ആരെ വരുന്ന എനിക്ക് പറയാൻ ഞാനില്ല. ജനം വിധി എഴുതും. ചേട്ടനും കൂടെ അടങ്ങുന്നതല്ലേ ഈ ജനം എന്ന് പറയുന്നത്? ചേട്ടൻ ഇത്രയും വർഷത്തെ ഒരു ഭരണവും 5 വർഷത്തെ BJP-യുടെ ഭരണം കണ്ടു. BJP-യോടെ ഭരിച്ചില്ലല്ലോ. അല്ല, ഇനി വരുന്ന ഇലക്ഷൻ അതാണല്ലോ. ഇവിടെ UDF LDF ഇവിടെ കോമ്പറ്റീഷൻ ഉള്ളു. അതിനകത്തൊരു എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അകത്ത് UDF-ന് കുറേ 18-20 കൊല്ലം അവർക്ക് ഇത്ര വിജയിപ്പിച്ചു വിടാൻ താല്പര്യമുണ്ട്. LDF വരണം എന്നോർത്ത് ദോഷമൊന്നും വന്നിട്ടില്ല ഇതുവരെ. LDF വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രാജ്യസഭയിലേക്ക് 2-3 പേര് ഉണ്ടാവും അല്ലേ? ലോൺ വീട്ടാത്തതുണ്ട് അല്ലേ? 10 പേരില്ലേ രാജ്യസഭയിലേക്ക് വന്നിട്ടില്ലേ? 18 വരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇന്ന് ഡെവലപ്പ് ഒന്നും എനിക്കറിയില്ല. ഇന്ത്യ മുന്നണി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ മൊത്തം റബ്ബർ കൃഷിയാണ്. റബ്ബറിന് നമുക്ക് ഏത് പാർട്ടി വന്നാലും റബ്ബറിനൊരു തറവല നിശ്ചയിക്കുക, ഒരു 200 രൂപയെങ്കിലും റബ്ബറിന് കിട്ടും. എന്നാലും ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അല്ലാതെ ഇവിടെ കർഷകരാണ് മൊത്തം ഉള്ളത്, സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാർക്കാണ്, എല്ലാവരും മേഖലയാണ്. എന്നാലും ഇവിടെ അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആര് വന്നാലും നമ്മൾ രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നതാണ്. അപ്പം നമുക്കതൊന്നും അങ്ങനെ കടുപ്പിച്ച് പറയാൻ പറ്റില്ല. അല്ല, സാമ്പത്തികമാണ്. സാമ്പത്തികം ഈ മലയോര മേഖല കാരണം സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളാണ് ഉള്ളത്. റബ്ബറാണെങ്കിൽ റബ്ബറിന് ഇപ്പം പാലും തീരെയില്ല. റബ്ബറിന് ഇപ്പം കുറച്ച് വില ഉണ്ടെങ്കിലും നേരത്തെ ഒന്നും വിലയൊന്നും ഇല്ലായിരുന്നു. ഒരു 250 രൂപയെങ്കിലും വില കിട്ടിയാലേ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ വേണം. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഫോറസ്റ്റുകാർ പറയുന്നു മേളിൽ നിന്ന് ഓർഡർ വരണമെന്ന് പറഞ്ഞു. മേളിൽ നിന്ന് ഓർഡർ അവർ കൊടുക്കുന്നില്ല. അവരെന്ത് ചെയ്യാനാ? അപ്പോൾ നമുക്ക് ഒരു രാത്രി ആകുമ്പോഴത്തേക്ക് അറുപട്ടാനോ അല്ലെങ്കിൽ അതുപോലെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ധൈര്യമായിട്ട് പോകാനുള്ള ഒരു ഇതില്ല. ഇപ്പം നോക്കുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കുന്ന പോലെ ഒരു പാർട്ടിക്കാർക്കും നിലവിലിനി ഇതിനു മുമ്പ് ഭരിച്ചിട്ട് ഇങ്ങോട്ട് ഭരിക്കാനും കഴിയില്ല. അത് തന്നെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ആണോ? കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ ഇതുപോലൊരു ഭരണം ഈ ദുനിയാവിൽ കണ്ടിട്ടില്ല. അത് തന്നെ എന്നതാ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു ഈ 3 കൂട്ടരുടെ പേര് പറഞ്ഞാണ് തമ്മിലടിപ്പിക്കുന്നത്. എന്തിനാണ് ഇതാവശ്യം? ഇതിനു മുമ്പ് നമ്മളിവിടെ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? മനസ്സിലായില്ലേ? ഇവർ ഈ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്? അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? ഇപ്പോഴെന്താ? ഇപ്പം നിൻ്റെ പടച്ചോൻ, എൻ്റെ പടച്ചോൻ, അവൻ്റെ പടച്ചോൻ, എല്ലാത്തിനും പടച്ചോനെ മാറ്റി ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ അവസ്ഥ? ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും കേരളമോ അതുപോലെ തന്നെ ഈ രാജ്യം തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഭരണം മുമ്പോട്ട് പോകുന്നത്.